രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച കണ്ടു. ദാ ഈ മാവ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയിരിക്കുന്നു. അതൊരു സുഖമുള്ള കാഴ്ച തന്നെയാണ്. വൃത്തിയാക്കണമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം നല്ല അടിപൊളിയായിട്ട് വന്നു എന്ന് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പത്തോട്ട് വെച്ചു. അപ്പോഴത്തേക്കും അണ്ണൻ സാമ്പാർ കഷ്ണങ്ങൾ അരിയാൻ തുടങ്ങി. ഞാൻ നേരെ വന്ന് പല്ല് തേച്ച് ഒരു ഇച്ചിരി ഗ്ലാസ് വെള്ളം കുടിച്ച് നേരെ പോയി വെയിൽ കൊള്ളാൻ. പൊതുവേ ഞാൻ വെയിലൊന്നും അങ്ങനെ കൊള്ളാറില്ല. കാരണം രാവിലെ തിരക്കായിരിക്കും, ഓഫീസിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം എനിക്ക് സമയം കിട്ടാറില്ല. അപ്പം ഞാൻ ഈ അവധി ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളിലും ഞാൻ വെയിൽ കൊള്ളാൻ ശ്രമിക്കാറുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടുപ്പത്താക്കിയിട്ട് നേരെ വന്ന് ഇഡ്ഡലി ആക്കാമെന്ന് കരുതി. കാരണം ദോശ ചുട്ടുകൊണ്ടിരിക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. സമയം അപ്പം തന്നെ ഓൾറെഡി 10 മണിയോ 10:30 കണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇഡ്ഡലി ആക്കാമെന്ന് കരുതി. അതാകുമ്പം എളുപ്പപ്പണിയാണല്ലോ. ഇഡലിയെല്ലാം ആക്കി തട്ടിലോട്ട് കയറ്റിയപ്പോഴാണ് മനസ്സിലായത് സംഭവം അതിനകത്ത് ഉപ്പിട്ടിട്ടില്ല. പിന്നെ കരുതിയാ പോട്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ നല്ല ചൂട് ഇഡ്ഡലി സാമ്പാർ റെഡി. അതും അങ്ങ് വയറ്റത്താക്കി ഒരു ഞായറാഴ്ച രാവിലെ അങ്ങനെ തരും. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.